ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ കാലിഗ്രാഫിയാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പാർട്ട് 1 ആണ്. എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മാർക്കറാണ്. ആദ്യം മാർക്കർ വെച്ച് നമ്മൾ അക്ഷരങ്ങൾ എഴുതാൻ പഠിക്കും. മാർക്കർ ഇതേ ഇങ്ങനെ ഇരിക്കണ ഇത്രയും സൈസുള്ള മാർക്കർ വേണം. ഇത്രയും സൈസുള്ള മാർക്കർ വേണം. ഇത് വെച്ച് ആദ്യം നമ്മൾ അക്ഷരങ്ങൾ എഴുതാൻ പഠിക്കും. അതിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ കലം വെച്ച് എഴുതാൻ പഠിക്കും. ഈ കലം പല പല സൈസ് ഉണ്ട്. ആദ്യം അക്ഷരങ്ങൾ എഴുതാൻ പഠിച്ചിട്ടാണ് നമ്മൾ കലം യൂസ് ചെയ്യുള്ളൂ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇങ്കൊന്നും ഉണ്ടാവില്ല. അതിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 2 മൂടികൾ വേണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 കളറാണുള്ളത്, ബ്ലൂവും ബ്ലാക്കും. ഇത് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞങ്ങൾ മേടിച്ചത്. കലം പോയിൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇൻസ്റ്റഗ്രാം പേജിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് കളറാണ്. ഞങ്ങൾക്ക് ആകെ റെഡും ബ്ലാക്ക് കളറുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ ഇതിന് ഇതുമുണ്ട്. ഇതൊരു നൂലാണ്. അപ്പം ഞാൻ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഇതൊരു കളറിനും ഇതൊരു കളറിനുമാണ്. ഫസ്റ്റ് നമുക്ക് ബ്ലാക്ക് ചെയ്യാം. അതിന് ഒരു ഇത്തിരി നൂല് മതി. അത് നമ്മൾ നന്നായിട്ട് ഇത് ചുരുട്ടി കൊടുക്കണം. എന്നിട്ട് ഇതിൽ ഓരോ ഇതിനും ഇങ്ങനെ വെക്കണം. നമുക്ക് റെഡിൻ്റെ കവറിൽ നിന്ന് എടുത്ത് റെഡിലേക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം. റെഡിൻ്റെ മൂടിയിലേക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇത് മര്യാദ ചുരുട്ടണം. അപ്പോൾ നമ്മൾ 2 മൂടിയിലേക്ക് ഇങ്ങനെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് 1 to 5 ഡ്രോപ്സ് ഒഴിക്കണം. 3 ഡ്രോപ്സ് മതിയാ? 5 ഡ്രോപ്സ് നമ്മൾ ഒഴിച്ചു. ഇനി നമുക്ക് റെഡ് ഒഴിക്കാം. 2ഉം 5 ഡ്രോപ്സ് ഒഴിക്കണം. അപ്പോൾ നമ്മൾ 2ലും 5 ഡ്രോപ്സ്. അപ്പോൾ നമുക്ക് 3 ഡ്രോപ്സ് ഓഫ് വാട്ടർ ഒഴിക്കണം. നമുക്കിത് മാറ്റാം. എന്നിട്ട് 2ഉം ഒരു കലം എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ നൂലൊക്കെ ഒന്ന് ഇതിൽ. ഹലോ ഗൈസ്, ഇനി നമുക്കിനി ഗ്ലേസി പേപ്പറാണ് വേണ്ടത്. അതില്ല, അതുകൊണ്ട് നമുക്ക് ബട്ടർ പേപ്പർ ആയാലും മതി. അപ്പോൾ ഞങ്ങളത് എടുത്തിട്ടുണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ പാർട്ട് 1 ഇനി അടുത്ത വീഡിയോയിൽ എങ്ങനെ എഴുതണ്ടേന്നൊക്കെ കാണിക്കാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.